പിണറായി വിജയൻ എന്ന ഞാൻ നിയമസഭയിലെ ഒരു അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും സഗൗരവം പ്രതിജ്ഞ ചെയ്യുന്നു. പിണറായി വിജയൻ 2016-ലും 2021-ലും ധർമ്മടത്തിന്റെ പ്രതിനിധിയായിരുന്നു. 3-ാം തവണ ധർമ്മടം മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്നു. നിയമസഭയിൽ ഇത് 7-ാം തവണ. CPM-ന്റെ പോളിറ്റ് ബ്യൂറോ അംഗം, മുൻ മുഖ്യമന്ത്രി, പ്രതിപക്ഷ നേതാവ്. പ്രോംടേം സ്പീക്കർ ജി സുധാകരന് മുന്നിൽ പിണറായി വിജയൻ എത്തേണ്ടിവരും എന്ന രീതിയിലുള്ള പ്രചാരണങ്ങൾ, തമാശകൾ എതിരാളികൾ മുന്നോട്ട് വച്ചിരുന്നു. ഇപ്പോഴിതാ സത്യപ്രതിജ്ഞ കഴിഞ്ഞ് പിണറായി വിജയൻ പ്രോംടേം സ്പീക്കറെ കാണാൻ എത്തുന്നുണ്ട്. ജി സുധാകരനും പിണറായി വിജയനും തമ്മിലുള്ള ഒരു കൂടിക്കാഴ്ച എന്ന നിലയിൽ അത് ശ്രദ്ധേയവുമാണ്. ഈ നിയമസഭാ സമ്മേളനത്തിലെ ശ്രദ്ധേയമായ കാഴ്ചകളിലൊന്നുകൂടിയാണ് അത്. ശ്രീ എം വിജിൻ. പ്രചാരണ വേളയിൽ ജി സുധാകരനെതിരെ പിണറായി വിജയൻ പറഞ്ഞ വാക്കുകൾ വലിയ വിവാദങ്ങൾക്കും ചർച്ചകൾക്കും വഴിവെച്ചിരുന്നു. ഇപ്പോഴിതാ MLA ആയി സത്യപ്രതിജ്ഞയെടുത്ത് അദ്ദേഹം ജി സുധാകരനെ കണ്ട് മടങ്ങിയിരിക്കുകയാണ്. എം വിജയൻ എന്ന ഞാൻ നിയമസഭയിലെ ഒരംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമവഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും സഗൗരവം പ്രതിജ്ഞ ചെയ്യുന്നു. എം വിജിൻ കല്യാശ്ശേരിയിൽ നിന്നുള്ള പ്രതിനിധി 2-ാം തവണയാണ് നിയമസഭയിലെത്തുന്നത്. SFIയുടെ മുൻ സംസ്ഥാന സെക്രട്ടറിയായിരുന്നു. CPM-ന്റെ പ്രതിനിധിയായി 37-കാരൻ എം വിജിൻ, കല്യാശ്ശേരിയുടെ MLA. ശ്രീ എം വിൻസെന്റ്. കോവളം MLA എം വിൻസെന്റ് ആണ് ഇനി സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. നിയമസഭയിലെ ഒരു അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. 58-കാരനായ എം വിൻസെന്റ് ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തു. കോവളത്തിന്റെ പ്രതിനിധിയാണിത്. 3-ാം തവണയാണ് കോവളത്തിന്റെ MLA ആയി അദ്ദേഹം നിയമസഭയിലെത്തുന്നത്. ഇനി TJ വിനോദാണ് MLA ആയി ചുമതലയേൽക്കാനെത്തുന്നത്. TJ വിനോദ് എന്ന ഞാൻ നിയമസഭയിലെ ഒരു അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടെ നിർവഹിക്കുമെന്നും ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. എറണാകുളം മണ്ഡലത്തിലെ MLA 63-കാരനായ TJ വിനോദ് നേരത്തെ കൊച്ചി കോർപ്പറേഷന്റെ ഡെപ്യൂട്ടി മേയർ പദവിയിൽ ഉൾപ്പെടെ ഉണ്ടായിരുന്നു.
വിനു ജോബ് കുഴിമണ്ണിൽ എന്ന ഞാൻ നിയമസഭയിലെ ഒരംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോടെ ഞാൻ നിർവാജ്യമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. വിനു ജോബ് കുഴിമണ്ണിൽ ചങ്ങനാശ്ശേരിയുടെ MLA, ശ്രീ കേരള വിഷ്ണു കോൺഗ്രസ് പ്രതിനിധി, ആദ്യമായി നിയമസഭയിൽ. വിഷ്ണു മോഹൻ എന്ന ഞാൻ നിയമസഭയിലെ ഒരംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും സഗൗരവം പ്രതിജ്ഞ ചെയ്യുന്നു. RSP പ്രതിനിധിയായ വിഷ്ണു മോഹൻ ഇരവിപുരത്തു നിന്നുള്ള MLA ആണ്. സഗൗരവം പ്രതിജ്ഞ ചെയ്തു ചുമതല ഏറ്റെടുത്തിരിക്കുന്നു. ശ്രീ PC വിഷ്ണുനാഥ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.